അങ്ങ് മേളിൽ നമ്മുടെ രണ്ടാമത്തെ മീൻ വരും. ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇവിടെ മീനുണ്ട്. ഗൈസ് നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട്. ഇവിടെ രാവിലത്തെ ഫസ്റ്റ് മീൻ കേട്ടോ. നല്ല 1 kg ബസ്സുള്ളത് ചേറാൻ കേട്ടോ. അടിച്ചേക്കുന്ന ബ്രാവോയുടെ ഫ്രോഗിലോട്ടോ അടിച്ചേക്കുന്നത്. നല്ല കിടുക്കൻ സൈസ് നല്ല പിന്നൊക്കെ വിരിച്ച് നല്ല അടിപൊളി സാധനം കേട്ടോ. രാവിലത്തെ നമ്മുടെ ഫസ്റ്റ് മീനാണ്. ഓക്കെ, ഇതിനെ എടുത്തിട്ട് നല്ല കാസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഇത് കൈവെള്ളം തോന്നുന്നു, തേങ്ങ ഉണ്ടെന്ന് തോന്നുന്നു. ഇടാ മേളി ആ ഉണങ്ങിയ ഊറ്റിക്കുന്നതിൻ്റെ അപ്പുറത്ത് അങ്ങ് മേളിൽ നമ്മുടെ രണ്ടാമത്തെ മീൻ വരുന്നുണ്ട്. നമ്മുടെ രണ്ടാമത്തെ മീൻ വരുന്നുണ്ട്. ചേറാനാണോ വരാലാണോ എന്താന്ന് അറിയത്തില്ല. വരാൽ എന്തു വരാലോളോ അടിച്ചേക്കുന്നത്. ഫ്രോഗാണോ നോക്കി നീ ഫ്രോഗ് കൊണ്ട് അടിച്ചേക്കുന്നത്. സൈസം ഫ്രോഗിൽ അടിച്ചേക്കുന്നത്. നമ്മൾ പറഞ്ഞ മീൻ പിടിക്കാറുള്ളൂ അല്ലേ. സൈസാണ് നമുക്ക് രണ്ടാം കിട്ടിയ മീനാണ് വരാൽ. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ല സൈസും വരാൽ. അടിച്ചേക്കുന്ന ഫ്രോഗ് ഉണ്ട്, വലിയ ബുൾ ഫ്രോഗിൽ അടിച്ചേക്കുന്നത് കേട്ടോ. എൻ്റെ മോനെ ഇതുണ്ട്, അടിച്ചേക്കുന്ന ഫ്രോഗുണ്ട്. ഇതിൻ്റെ തല നോക്കി, എൻ്റെ തലയുടെ അത്ര വലിപ്പമുണ്ട്. അടിച്ച് തലയ്ക്ക് വിഴുങ്ങിയതാണ് സൈസം വരാൽ. വീട് എൻ്റെ മോനെ ഇവിടെ കൊല്ലിയിടാം. വെളുപ്പ് 5 മണിക്കൊക്കെ തോട്ടത്തിലേക്ക് സൗണ്ട്. അടിക്കണം, അവിടെ നിന്നൊരു മീൻ വന്ന് അടിക്കണം. അടിച്ചോ, അവിടെ നിന്നൊരു മീൻ അടിക്കണമെന്ന് പറഞ്ഞേ ഉള്ളൂ ഫ്രണ്ട്സ്. മീൻ അടിച്ചിട്ടുണ്ട്. അവിടെ ഫസ്റ്റ് മീൻ കയറുമോയെന്ന് അറിയത്തില്ല. നല്ല ലോങ് ആണ് സാധനം. കയറിയെന്ന് പറയാം, അത്രയേ ഉള്ളൂ കേട്ടോ. കയറിയെന്ന് പറയാം. നല്ല ലോങ് ആണ്. മീൻ പോകാനും ചാൻസ് ഉണ്ട്, കാരണം വലിയ ഫ്രോഗിൽ അടിച്ചേക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് ഒരു മീൻ അടിക്കണമെന്ന് പറഞ്ഞതല്ല, അവിടെ നിന്ന് മീൻ അടിച്ച്. എന്ത് വായിലെന്താ മീൻ കിട്ടിയില്ലേ എന്താ അറിയത്തില്ല. ചേറാൻ വരാലാണോ? ഓ എൻ്റെ മോനെ, നമുക്കൊരു വരാൽ അടിച്ചിട്ടുണ്ട്. അതും അടിച്ചേക്കുന്നത് ബുൾ ഫ്രോഗിൽ. കിടുക്ക് ഹുക്കായിരുന്നു കേട്ടോ. നല്ല സൈസം വരാല്, അടിപ്പം വരാല്. ഇതാണ് അടിച്ചേക്കുന്ന ഫ്രോഗ് ഉണ്ടോ. ഫ്രോഗിൻ്റെ ഹുക്കിൻ്റെ സൈസ് നോക്കി. ഇത്രയും വലിയ ഫ്രോഗിലാണ് അടിച്ചാൽ. പ്രോപ്പർ കറക്റ്റായിട്ട് ഹുക്ക് കയറി. നല്ല ഒരു 1 kg ഉള്ള ഒരു കിടുക്കൻ നാടൻ കേട്ടോ. അടിപൊളി, നമ്മൾ പറഞ്ഞടിപ്പിച്ച്. അടിപൊളി കിടുക്കാച്ചി വരാല്. ആ അവിടെ ഫസ്റ്റ് വരല്ലേ കേട്ടോ. അടിപൊളി. അത്രയും ചപ്പനത്ര ഈ സാധനം വന്ന്. എന്ത് ലക്ക് എൻ്റെ പൊന്നെ. ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട്. അയ്യോ കണ്ടാ, അടിച്ചേക്കുന്നത് വലിയ ഫ്രോയിലാണ് കേട്ടോ. വലിയ ബുൾ ഫ്രോയിലാണ് കയറിയേക്കുന്നത്. ഒന്നും പറയണ്ട, അടിപൊളി. ചേട്ടാ കയറാം അങ്ങോട്ട് കൊല്ലിക്കത്തിട്ട്. പിടിച്ചാ കൊല്ലിന്ന് പിടിച്ചാ. എന്താ ഹുക്കിരിക്കുന്നുണ്ടോ? നല്ല പ്രോപ്പർ ഹുക്കപ്പായിരുന്നു. എല്ലാവരും പോയാൽ കേട്ടോ. ഹുക്ക് എടുക്കാൻ പോലും വരുന്നില്ല. കറക്റ്റാ
ഈ ചുണ്ടിൻ്റെ ഈ ബലമുള്ളിടത്ത കയറി. ഹുക്കിൻ്റെ വലുപ്പം കൊണ്ടോ, റോവിൻ്റെ വലുപ്പം കൊണ്ടോ. എന്തായാലും കൊള്ളാം, പൊളിച്ച്. ഫസ്റ്റ് നാടൻ. അവിടെ നിന്ന് മീനടിച്ചാൽ കൊള്ളാന്ന് പറഞ്ഞു. ഞങ്ങളാണ്ട് ഇവിടുത്തെ പരിപാടി നിർത്തി കേട്ടോ. ഇവിടുത്തെ പരിപാടി നിർത്തി ഞങ്ങൾ നേരെ കൊട്ടവഞ്ചിക്ക് പോവാണ്. നമ്മൾ കൊട്ടവഞ്ചി ചെയ്തിട്ട് നമുക്ക് കാണാം. പിന്നെ ഇവിടുന്ന് നേരെ കയറുക, നേരെ കൊട്ടവഞ്ചി പോകാൻ കണ്ടോ. നമുക്കൊരു വരാലടിച്ചിട്ടുണ്ട് ഇവിടുന്ന്. പിന്നെ നേരെ നമ്മുടെ പേടകത്തിലോട്ട് പോകാം. ഓക്കെ. അപ്പോൾ ഗൈസാണ്ടെ നമ്മൾ കാസ്റ്റ് ചെയ്ത ഭാഗത്തുനിന്ന് നമ്മൾ നേരെ നമ്മുടെ കൊട്ടവഞ്ചിയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കൊട്ടവഞ്ചി കയറുന്നു, നേരെ പോകുന്നു. ഇവിടെ നേരെ താഴോട്ടാണ് പോകുന്നത്. നമുക്ക് അവിടെ പോയി കാസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ രാവിലെ ഇവിടെ വന്നായിരുന്നു, ഒരു മാങ്ങയും നമുക്ക് കിട്ടിയില്ല. നമ്മളിപ്പം വേറെ റൂട്ടിൽ പോയിട്ടാണ് നമുക്കൊരു മീൻ അടിച്ചത്. ഒരു വരാൽ നമ്മുടെ കൊട്ടവഞ്ചിക്കകത്ത് കിടപ്പുണ്ടാകാൻ വരാൽ കേട്ടോ. അപ്പം നേരെ നമ്മളിനി പോന്നു. നമ്മൾ തന്നെ വരാൽ ഉണങ്ങി പരിവച്ച് ചത്തിട്ടില്ല കേട്ടോ. ഇപ്പം നമ്മളതിനെ വെള്ളത്തിയിടും. നേരെ ഇനി താഴോട്ട് പോകുന്നു, കാസ്റ്റ് ചെയ്യുന്നു. എന്ത് കിട്ടും നോക്കാം. വരാൽ, ചെറുമീൻ, വാഹയൊക്കെ അടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് എല്ലാ സാധനവും ഉണ്ട് നമ്മുടെ ഈ പുഞ്ചയ്ക്കകത്ത്. ഏറ്റവും കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ളത് ചെറുമീനും വരാലുമാണ്. നമുക്ക് എന്തായാലും നോക്കാം, പോയി നോക്കാം ഗൈസ്. ഓക്കെ. നേരെ നമുക്ക് കൊട്ടവഞ്ചി കയറിയിട്ട് കാസ്റ്റിങ്ങിലോട്ട്. ഓക്കെ. ചിന്താവസ്ഥയൊക്കെയാണ്. അവിടെ നല്ലൊരു മീനാണ്ട് നിപ്പുണ്ട്. മീൻ പോയി. മീനുണ്ടോ? അടിച്ച ഇവിടെ ഞാൻ പറഞ്ഞില്ല അവിടെ മീനുണ്ടെന്ന്. ഇപ്പോൾ ഗൈസ് നമുക്ക് മീനടിച്ചിട്ടുണ്ട്. നല്ല മീനടിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ബ്രാവോടെ മോട്ടോയിലടിച്ച മീനാണ്. അയ്യോ ലോക്കായി. എന്തുകൂടാ ചേറാൻ അടിച്ച് ഇപ്പോഴൊരു ഉഷാറായത്. അയ്യോ അതായിരുന്നതാ അവിടെ സംഭവം. എത്ര നേരം കൊണ്ട് എൻ്റെ പൊന്നു കഴിച്ച് ഞങ്ങൾ അവിടെ എറിഞ്ഞ് കയറ്റം നോക്കിയെന്നറിയാം. കാറ്റടിക്കും, ഇപ്പുറത്ത് പോവും. ചെറിയൊരു ഗ്യാപ്പേ ഉള്ളു. നല്ല കിടുക്കാച്ച സൈസ് ഒരു ചേറാന്, ഒന്നും പറയാനില്ല. അടിപൊളി വയസ്സാണ്ടേ, നല്ല അടിപൊളി കിടുക്കാച്ച ഒരു ചേറാൻ കേട്ടോ. അമ്പാ മതി കിടം ചാടാതെ. സൂപ്പർ ഹുക്കപ്പ്, ഒന്നും പറയാനില്ല. നല്ല കിടുക്ക് ഹുക്കപ്പ്. അടിച്ചിറങ്ങി. എന്നാ സുന്ദരം വായ നോക്കി. വായ ചെറുമീൻ, ഒന്നും പറയാനില്ല. അടിപൊളി ചെറുമീൻ. നമുക്ക് പിന്നൊക്കെ ഇരിച്ചാൽ സെറ്റ് സാധനം. ഫ്രോ കണ്ടല്ലോ, ബ്രോയുടെ മോട്ടോ, ഒന്നും പറയാനില്ല. ഫ്രഷ് പീസ്. ഫാസ്റ്റ് ഈ ഫ്രോയിൽ ഫാസ്റ്റ് മീനാട്ടോ നമ്മുടെ പുതിയ ഫ്രോയിൽ. എൻ്റെ മോനെ പൊളി സാധനം. ആണ്ടെ ഫസ്റ്റ് വരാല്, സെക്കൻഡ് ചേറാൻ. അടിപൊളി ചേറാൻ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, മറക്കല്ലേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം. ഇപ്പോൾ കട്ട സപ്പോർട്ട് വേണം. ഓക്കെ, പിന്നെ എടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഗൈസ്. എൻ്റെ മോനെ പൊളി. ഇതാണ് നമ്മുടെ ഫ്രോ കേട്ടോ, മോട്ടോ. കിടുക്കാച്ചി സാധനം, കിടുക്കാച്ചി. എൻ്റെ മോനെ അടിപൊളി ചേറാൻ. എന്നെ കൊല്ലിക്കത്തില്ല. എൻ്റെ മണ്ണെ സെറ്റ് ചെയ്യട്ടെ. ഫസ്റ്റ് വരാൽ പോകാൻ സമയപ്പോൾ നമ്മുടെ പോയിസണിൽ അടിച്ച വരാൽ കേട്ടോ. നാടൻ നല്ല കിടുക്കാച്ചി വരാൽ, അടിപൊളി വരാൽ. നാടൻ അടിച്ചിരുന്ന ഫ്രോ ഉണ്ടല്ലോ, പോയിസൺ ഉണ്ടല്ലോ, അടിപൊളി. അടിച്ച വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മുടെ ഫസ്റ്റ് വരാൽ വരുന്നുണ്ട്.
വീഡിയോ ഓണാക്കാൻ മറന്നത് ഗൈസ്. ഫസ്റ്റ് വരാൽ നടൻ വീഡിയോ ഓഫായിരുന്നു കേട്ടോ. ഹുക്ക എടുക്കടാ. ഹായ് ഗൈസ്, ഞങ്ങൾ കണ്ടേ ഫിഷിങ് വൈൻഡപ്പ് ചെയ്യും കേട്ടോ. ഇന്ന് കട്ട ഷോകമായിരുന്നു. ഇന്ന് ശരിക്കും ഞങ്ങൾ രണ്ടുപേരും അധ്വാനിച്ച്. മീനൊന്നും കിട്ടിയില്ല. മീനൊന്നും കിട്ടിയില്ലെന്നല്ല, അധ്വാനിച്ചതിന് അത്രയുള്ള മീൻ കിട്ടിയില്ല. അത് ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. നമുക്ക് ഒരു ചെറുമീനും ഒരു വരാലും നമുക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ ചിറക്ക ഫോണിൻ്റെ ഫ്ലാഷ് ഓണാക്കട്ടെ മീനെ കാണണമെങ്കിൽ. അതുപോലെ ഇരുട്ടിപ്പോയി. എന്നിട്ട് പോലും മീൻ അടിച്ചില്ല. മീൻ കുറേ സ്ട്രൈക്ക് ചെയ്തു, പക്ഷേ ഒന്നും കയറിയില്ല. കണ്ടോ ഇവിടെ ചെറുമീനും കണ്ടോ വരാലും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോസ് കാണാൻ നിങ്ങളുടെ ചാനലിൽ അല്ല ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ടാറ്റ ബൈ ബൈ. കിളി പോയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ്. അപ്പോൾ കയറും കേട്ടോ, ഒത്തിരി ഇരുട്ടി. ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.